ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു വലിയ മനുഷ്യൻ സ്വന്തം ചേച്ചി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഇങ്ങനെ വിശ്വസിക്കോ? പക്ഷെ അവളത് ചെയ്തു. വാരിക്കുഴി ഒരുക്കി കാത്തിരുന്നു. അവള് വീഴ്ത്തി. അറിയാതെ ചെന്ന് വീഴുകയും ചെയ്തു. അവൾ എവിടെയാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവളെ കൊന്ന ആ കേസ് കറങ്ങി തിരിഞ്ഞ് എന്റെ പടിലേക്ക് വരും. അത് തൽക്കാലം വേണ്ട. മോന ദീപക്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. അതിനെന്താ, ചെയ്തു. ദീപകേ, അമ്മ ഇപ്പൊ എവിടെയാ? ഞാൻ വിമൻസ് ക്ലബില്. ആ സാന്ദ്രയെ ഞാൻ എന്റെ വലയിലാക്കി കഴിഞ്ഞു. ഋതികയെ കൊടുക്കാനുള്ള ഒരു വഴി ഒന്ന് പറഞ്ഞുതരാവോ? പെട്ടെന്നൊക്കെ പറഞ്ഞാ എന്തായാലും നീ ഫോൺ വെക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഋതികേ, എന്താ രാജു? എനിക്ക് പരിചയമുള്ള വർമ്മ സാറും അതേപോലെ പത്മാവതി അമ്മയും ഒന്നിനൊന്നും നല്ലവരാ. അവര് തമ്മിൽ പിരിഞ്ഞും അകന്ന് ജീവിക്കുന്നതും അവരുടെ മാത്രം കുറ്റം കൊണ്ടാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസ. രാജു എന്താ പറഞ്ഞു വരുന്നത്? അല്ല, അവരുടെ ഇടയിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയണ്ടേ? അച്ഛനും അമ്മയും തമ്മിൽ വിവാഹ ബന്ധം വേർപെടുത്താനും അവര് പിരിയാനുമുള്ള റീസൺ നമുക്കറിയണ്ടേ? അതറിയാനുള്ള ബാധ്യത നമുക്കില്ലേ? അറിഞ്ഞിട്ടെന്തിനാ? അവരെ ഒലിമ്പിക്കാനാണോ? ഒരു ശ്രമം നമുക്ക് നടത്തിക്കൂടെ? എന്തായാലും മകളും മരുമകനും അല്ലേ നമ്മള്. അതൊന്നും വേണ്ട രാജു. ഇത്രയും കാലമായി അവരൊന്നും ഇനി ഒരുമിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് എന്നെ നോക്കാതെ നടന്ന അമ്മയെക്കാൾ ഏറെ ഇഷ്ടം എന്നെ സ്നേഹിച്ച് വളർത്തിയ എന്റെ അച്ഛനെയാ. എന്നുവെച്ച് അമ്മയോട് സ്നേഹം ഇല്ലെന്നല്ല. അമ്മയേക്കാൾ ഒരു പടി കൂടി എനിക്ക് എന്റെ അച്ഛനെയാ ഇഷ്ടം. എന്റെ അച്ഛന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല രാജു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഋതുവിന്റെ ഇഷ്ടം. ബോഡി പെയിൻ ഇതുവരെ തീർത്ത് വിട്ടു മാറിയില്ല. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട. അമ്മേന്തി? അമ്മ മുകളിലുണ്ട്. മുറി അടച്ച ഒരേ ഇരിപ്പാ. വിളിച്ചിട്ട് വാതിൽ പോലും തുറക്കുന്നില്ല. ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ മതി, ചിലപ്പോ തുറക്കും. ഒന്ന് വിളിക്കാവോ? ശരി. ഇരിക്കെ. അമ്മേ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ. അമ്മേനോട് ക്ഷമിക്കണം. അരുത് മോനെ, ക്ഷമ ചോദിക്കാൻ നീ എന്നോട് എന്ത് തെറ്റ് ചെയ്തു? അമ്മയ്ക്ക് മകളെ കൊണ്ടുവന്ന് കാണിക്കാന്ന ഒരു പ്രതീക്ഷ തന്നില്ലേ?
എനിക്കതിൽ പങ്കില്ലേ അമ്മേ. എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പണ്ട് തകർന്നു പോയതാ. ഇപ്പൊ എത്ര അടി കിട്ടിയാലും എന്റെ ശരീരവും മനസ്സും വേദനിക്കില്ല. യാതൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി എല്ലാം അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരു പാഠവും പഠിച്ചു. അമ്മയെ കാണാനുള്ള വലിയ ത്രില്ലിലായിരുന്നു ഋതികയും. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴാ പ്രതാപേട്ട അറിഞ്ഞതും പോകണ്ടാന്ന് പറഞ്ഞതും അല്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അതെങ്ങനെയാ ചോർന്നതാ? സംശയം എന്താ? ആ അംബിക തന്നെ. അവളും മകനും അവരുടെ മുറികളിലല്ലോ താമസം, മറ്റുള്ളവരുടെ മുറികളുടെ വാതിലില്ല. എന്തിനാമ്മ ഇത്രയും ശത്രുത? വർമ്മ സാർ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ? അത് തന്നെ മോനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു വലിയ മനുഷ്യൻ സ്വന്തം ചേച്ചി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഇങ്ങനെ അവിശ്വസിക്കോ? പക്ഷെ അവളത് ചെയ്തു. വാരിക്കുഴി ഒരുക്കി കാത്തിരുന്നു. അവള് വീഴ്ത്തി. അറിയാതെ ചെന്ന് വീഴുകയും ചെയ്തു. അത്രയും ഭീകരമായൊരു കുറ്റം ആരോപിച്ച അവളെന്നെ പുറത്താക്കിയത്. അത് പ്രതാപേട്ടൻ വിശ്വസിക്കുകയും ചെയ്തു. എന്റെ മകളോടൊപ്പം കുറെ നേരം ഇരിക്കണമെന്നും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് കൊടുക്കണമെന്നും ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനി ഈ ജന്മത്ത് അതൊന്നും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. വർമ്മ സാറിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറും. അതുവരെ അമ്മ ക്ഷമയോടെ കാത്തിരിക്കണം. കാത്തിരിക്കണം? ആരെ കാത്തിരിക്കാനാ? ഋതികയും കൊണ്ട് ഞാൻ ഒരിക്കൽ വരും. അമ്മ കാത്തിരുന്നോ. ഇതേ രാജുവാ പറയുന്നത്. മഹാപാപം. ഈ അമ്മയെ ഇങ്ങനെ ഇട്ട് കരയിപ്പിക്കുന്നവരെ ദൈവം വെറുതെ വിടില്ല. എന്തായാലും ഈ കാര്യം അച്ഛനോടൊന്ന് പറയണം. പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അച്ഛൻ പറഞ്ഞു തന്നാലോ. അമ്മേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ശരി മോനെ. പ്രിയ ചേച്ചി കൂടെ ഇല്ലാത്തോണ്ട് എല്ലാ പണിയും അമ്മ ഒറ്റയ്ക്ക് ചെയ്യണമല്ലേ? അതിനു മാത്രം പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അതൊന്നും അമ്മ പറയണ്ട. അതൊക്കെ എനിക്കറിയാം. അല്ല, ചൂല് സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഇല്ലേ അളിയന്റെ അമ്മ? ഈ അടിച്ചു തോപ്പൊക്കെ അവരോട് ചെയ്യാൻ പറയണം. കാര്യം അവരിപ്പോ ഇവിടെ സ്ഥിരതാമസക്കാരിയാണെങ്കിലും അവര് നമ്മുടെ ബന്ധുവായൊരു അതിഥിയല്ലേ മോനെ, ഒരു ഗസ്റ്റ്.